യൂട്യൂബിൽ നിന്ന് എനിക്ക് എത്ര ഇൻകം ഉണ്ടെന്നാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കണ ചോദ്യം. മോസ്റ്റ്ലി റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നാണ്. അപ്പൊ ഞാൻ അവരോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക എത്ര ഉണ്ടെന്ന്. ഞാൻ എന്തായാലും ഇന്നിവിടെ റിവീൽ ചെയ്യാം. 10 രൂപ കിട്ടുണ്ടാവല്ലേ? ഞാൻ ലിപ്സ്റ്റിക് ഇട്ടോട്ടെ പ്ലീസ്. വേണ്ട ലിപ്സ്റ്റിക് വേണ്ട. 20,500 ഇട്ടുണ്ടോ? എന്തായാലും മാറ്റം ഉണ്ടല്ലോ. എത്ര ഏകദേശം വരും? എത്ര? അത് നിന്റെ ഒരു ഊഹം വെച്ച് പറയാം ഏകദേശം എത്ര കിട്ടുന്നു. എനിക്ക് അറിഞ്ഞൂടല്ലേ. അല്ല വെറുതെ ഒരു ഊഹം പറയാം എത്ര ഉണ്ടാവും ഏകദേശം. 1000-ന്റെയും അല്ല 20,000-ന്റെ ഇടയില്. അതെന്തൂട്ട് മാസം 25,000. 1,000 to 10,000. 15,000. എന്റെ വീഡിയോ തന്നെ നല്ലോണം കാശിട്ടുണ്ടോ? ആദ്യം അതുതാ. ഒരു 5,000-ന്റെയും 15,000-ന്റെയും അല്ലെങ്കിൽ 20. അല്ല ഒരു ഏകദേശം പറ. 2 ലക്ഷം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 50,000 രൂപ അല്ല 10,000 കിട്ടിയാ 30,000. 20, 3,000. 50 കിട്ടും. യൂട്യൂബിൽ നിങ്ങൾക്ക് 4,000 വാച്ച് അവർ മെയിൻ വീഡിയോന് ഒരു വർഷത്തിനുള്ളിൽ ആയാലും മോണിറ്റൈസേഷൻ ആവും. അതുപോലെ ഷോർട്സിനാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 1 കോടി വ്യൂസ് തന്നെ. അപ്പൊ കമ്പാരിറ്റീവ്ലി എളുപ്പം ഈ 4,000 മണിക്കൂർ എത്തിക്കാനാണ്. ഷോർട്സ് 90 ദിവസത്തിനുള്ളിൽ 1 കോടി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചല്ല, അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ഞാൻ ആ ക്രൈറ്റീരിയ 90 ദിവസത്തിനുള്ളിൽ 1 കോടി എന്നുള്ളത് ഞാൻ വെറും 1 മാസം കൊണ്ട് ഇപ്പൊ എനിക്ക് 80 ദിവസത്തിനുള്ളിൽ 1.5 കോടി പ്ലസ് വ്യൂ ഉണ്ട്. അപ്പൊ എന്റെ ഇൻകം, അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ഇൻകം. എനിക്കൊരു വിഷമമില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് 1.5 കോടി വ്യൂ ഉണ്ട്. പക്ഷെ മോണിറ്റൈസേഷനിലോട്ട് അതിൽ നിന്ന് 85 ലക്ഷം മാത്രമേ കണക്കാക്കണുള്ളൂ. എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. കോപ്പിറൈറ്റ് ഒന്നുമില്ല, എല്ലാം കോപ്പിറൈറ്റിന് എണ്ണാണ്. അവര് റീസൺ ഒന്നും പറയണില്ല. ഞാൻ അവർക്ക് കുറെ മെയിൽ അയച്ചു. അവര് ചില വീഡിയോസ് കൗണ്ട് ചെയ്യുന്നുണ്ട്, ചിലത് കൗണ്ട് ചെയ്യണില്ല. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൃണാളിന്റെ ഒരു വീഡിയോ ചെയ്തതിൽ ഒരു 2 സെക്കൻഡ് മൃണാളിന്റെ സൗണ്ട് ഉണ്ട്. സാധാരണക്കാർക്ക് അത് മാത്രമേ അതിൽ പുറത്തുനിന്നുള്ളൊരു സംഭവമായിട്ടുള്ളൂ. ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ അവിടെ പോയി എടുത്ത വിഷ്വലും എന്റെ സ്വന്തം കണ്ടന്റുമാണ്. അതുപോലെ ഈ കയറിയേക്കണ കണ്ടന്റ് എല്ലാം സ്വന്തമായിട്ട് ചെയ്ത കണ്ടന്റ് തന്നെയാണ്. വേറെ കോപ്പി പരിപാടി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പണിയെടുത്ത് തന്നെ ഉണ്ടാക്കിയ പരിപാടിയാണ്. പക്ഷെ അത് ചിലപ്പോൾ ഇതിന്റെ റീസൺ കൊണ്ടായിരിക്കും മേ ബി അത് കട്ടായേക്കണെന്നാണ് എനിക്ക് തോന്നണത്. അറിയില്ല. അതുപോലെ കുറേ വീഡിയോസ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് വീഡിയോസ് മാത്രമേ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ. എന്താണ് റീസൺ എന്ന് യൂട്യൂബിനോട് ചോദിച്ചിട്ട് അവർക്കും അറിയാൻ പാടില്ല. അവർ പറയണത് ഇത് സിസ്റ്റം പ്രോസസ്സാണ്, നമ്മുടെ കയ്യിലല്ല എന്നാണ് പറയണത്. അപ്പൊ ഇതാണ് അവസ്ഥ. പക്ഷെ ഇതൊരു ചലഞ്ചായിരുന്നു. യൂട്യൂബ് ഷോർട്സ് ഇങ്ങനെ എത്തിക്കാൻ കുറച്ച് പണിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ചുമ്മാ അതിലൊന്ന് പിടിച്ചു നോക്കാന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോ ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും അത് നടക്കാൻ സാധ്യതയില്ല. നിങ്ങൾ ഷോർട്സ് വെച്ചിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നല്ല നോളജ് ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് പോണത്. കംപ്ലീറ്റ്ലി കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കുകൾ യൂസ് ചെയ്തിട്ടും എനിക്കിത് കിട്ടിയായിരുന്നു. എന്താണ് കാര്യം എന്ന് മനസ്സിലാവണില്ല. പക്ഷെ അത് സീനൊന്നുമില്ല. നമ്മളിപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു വഴി കൂടി പോയി മോണിറ്റൈസേഷൻ ആവും. കണ്ടന്റൊക്കെ അതുപോലെ തന്നെ പോകും. കണ്ട ഈ കാർഡ് കണ്ട, ഈ കാർഡ് തീരണ വരെ ഞാൻ ഈറ്റിംഗ് ചലഞ്ചും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ളിൽ പൈസ കിട്ടിയാൽ മതി.